പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. ഇന്ന് ആഗമനകാലം 1-ാം ഞായർ. ഉണ്ണിയേശുവിൻ്റെ പിറവി തിരുനാളിന് നമ്മൾ ഒരുങ്ങുന്ന കാലഘട്ടം. ആഗമനകാലത്തിൽ 4 ഞായറാഴ്ചകളാണുള്ളത്. ഓരോ ഞായറാഴ്ചയിലും ഓരോ തിരി ആൾത്താരയിൽ തെളിയിക്കുന്നു. 5-ാമത്തെ തിരി ഡിസംബർ 24-ാം തീയതി പാതിരാ കുർബാന സമയത്ത് തെളിയിക്കുന്നു. മനുഷ്യരുടെ ഇടയിലേക്ക് ലോകരക്ഷയ്ക്കായി ദൈവപുത്രൻ ആദ്യമായി ഇറങ്ങി വന്നതിൻ്റെ അനുസ്മരണമാണ് ആഗമനകാലം. ഇന്ന് അൾത്താരയിൽ തെളിയിക്കുന്നത് പർപ്പിൾ നിറത്തിലുള്ള പ്രവാചകത്തിരി അഥവാ പ്രൊഫറ്റ് കാൻഡിൽ. യേശുവിൻ്റെ ജനനം ആദ്യമായി പ്രവചിച്ച യേശയ്യാ പ്രവാചകനെ അനുസ്മരിക്കുന്ന ഈ തിരി മിശിഹായ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ പ്രതീകമാണ്. ഇന്ന് നമ്മുടെ ആൾത്താരയിൽ പ്രവാചകത്തിരി തെളിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വികാരി ടൈറ്റസ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, കാത്തിരിപ്പ് ഇന്നു മുതൽ നാം തുടങ്ങുകയാണ് പിറവി തിരുനാളിന് വേണ്ടിയുള്ളത്. വചനം പറയുന്നത് പോലെ ഉറക്കത്തിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കാം, ജീവനുള്ളവരായിരിക്കാം. ദൈവത്തിന് വേണ്ടി തുടങ്ങുന്ന അവൻ്റെ പിറവി തിരുനാളിന് വേണ്ടി ഈ ഒരുക്കത്തിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തെളിക്കുന്ന തിരി നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി മാറട്ടെ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ, ശരിയല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറുവാൻ ദൈവത്തിൻ്റെ പിറവി തിരുനാളിന് വേണ്ടിയുള്ള ഈ ഒരുക്കത്തിൻ്റെ ആഗമനകാലത്തിൻ്റെ ഈ ദിനങ്ങളിൽ നമുക്ക് കൃത്യതയോടുകൂടി ജാഗരൂകരായി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാം. സഹോദരങ്ങളെ, വിശുദ്ധമായ ഈ ബലിക്കായി നാം അണിഞ്ഞിരിക്കുമ്പോൾ പ്രത്യേകമായും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. മുന്നോട്ടുള്ള യാത്രയിൽ, പ്രത്യേകിച്ചും ഈ ആഗമനകാലത്തിൽ തമ്പുരാനെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥന മനസ്സിലുണ്ടായിരിക്കട്ടെ. നല്ല തീരുമാനങ്ങളിലേക്ക് എത്തുവാൻ, ആ തീരുമാനങ്ങൾ ജീവിക്കുവാൻ വേണ്ടിയുള്ള കൃപ നൽകണമേ എന്ന് പരസ്പരം പ്രാർത്ഥിക്കാം. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പരിശുദ്ധമായ ഈ ബലി ഏറ്റവും വിശുദ്ധിയോടുകൂടി നമുക്ക് അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും ശിശുക്കളോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ
അങ്ങേ അഭിഷിക്തന്റെ ആത്മാവേളയിൽ സൽപ്രവൃത്തികളോടെ വലതു ഭാഗത്ത് ഓടിയണഞ്ഞ് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുന്നതിന് യോഗ്യരാകുവാൻ വേണ്ട ഇച്ഛാശക്തി അങ്ങേ വിശ്വാസികൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഈശോ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്: കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാകുന്നു. അനാദി മുതൽ ഞങ്ങളുടെ രക്ഷകനെന്നാണ് അവിടുത്തെ നാമം. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങളിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കുന്നതിന് അങ്ങ് ഇടയാക്കിയത് എന്തുകൊണ്ട്? ഞങ്ങൾ അവിടുത്തെ ഭയപ്പെടാതിരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് കഠിനമാക്കിയത് എന്തുകൊണ്ട്? അങ്ങയുടെ അവകാശവും ദാസരുമായ ഗോത്രങ്ങളെക്കുറിച്ച് അങ്ങ് ഞങ്ങളുടെ അടുക്കിലേക്ക് തിരികെ വരികണമേ. അങ്ങ് ആകാശം പിളർന്ന് ഇറങ്ങി വന്നെങ്കിൽ മലകൾ അങ്ങയുടെ സന്നിധിയിൽ ഉരുകിപ്പോവും. അങ്ങല്ലാതെ വേറൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽക്ക് ആരും കേട്ടിട്ടില്ല. ദൈവമേ, അങ്ങ് ഒരുക്കി വച്ചിരിക്കുന്നവ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുമില്ല. സന്തോഷപൂർവം നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സന്ദർശിക്കുന്നു. അങ്ങയുടെ വഴികളിൽ അവർ അങ്ങയെ ഓർക്കുന്നു. പാപം ചെയ്ത ഞങ്ങളോട് അങ്ങ് കോപിച്ചു. വളരെ കാലം ഞങ്ങൾ പാപത്തിൽ ജീവിച്ചു. ഞങ്ങൾക്ക് രക്ഷയുണ്ടോ? ഞങ്ങളെല്ലാവരും ശുദ്ധിയില്ലാത്ത മനുഷ്യരെ പോലെ ആയിത്തീർന്നു. ഋതുവായ സ്ത്രീയുടെ മലിനമായ വസ്ത്രഖണ്ഡ പോലെയായി ഞങ്ങളുടെ സൽപ്രവൃത്തികൾ. ഞങ്ങളെല്ലാവരും ഇല പോലെ വാടി. കാറ്റുന്ന പോലെ ഞങ്ങളുടെ അക്രമങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കൊണ്ടുപോയി. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ ദൃഢമായി ആശ്രയിക്കാൻ അഭിലഷിക്കുകയും ചെയ്യുന്നവനായി ആരുമില്ലാതായി. അങ്ങയുടെ മുഖം ഞങ്ങളിൽ നിന്ന് അങ്ങ് മറച്ചു കളഞ്ഞു. ഞങ്ങളുടെ പാവങ്ങളുടെ കയ്യിൽ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചു. എങ്കിലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാകുന്നു. ഞങ്ങൾ കളിമണ്ണും അങ്ങ് ഞങ്ങളെ നനയുന്നവനുമാകുന്നു. ഞങ്ങളെല്ലാവരും അങ്ങയുടെ കരവേലയുടെ ഫലമാണ്. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, ഞങ്ങളെ സമുദ്രിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി അങ്ങയുടെ പ്രശാന്ത മുഖം ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ. ദൈവമേ, ഞങ്ങളെ സമുദ്രിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി അങ്ങയുടെ പ്രശാന്ത മുഖം ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ. ഇസ്രായേലിന്റെ ഇടയനെ സ്നേഹിച്ചാലും കേരൂബുകളുടെ മേൽ അധിവസിക്കുന്നവനെ അങ്ങ് പ്രകാശിച്ചാലും അങ്ങയുടെ ശക്തി പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെ രക്ഷിക്കുവാൻ വരണമേ. ദൈവമേ, ഞങ്ങളെ സമുദ്രിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി അങ്ങയുടെ പ്രശാന്ത മുഖം ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ അങ്ങ് ഒരിക്കൽ കൂടി പ്രത്യാഗം കേൾക്കണമേ. സ്വർഗത്തിൽ നിന്ന് വീക്ഷിക്കുകയും കടാക്ഷിക്കുകയും ചെയ്യണമേ. ഈ മുന്തിരി അങ്ങ് സന്ദർശിക്കണമേ. അങ്ങയുടെ വലത് കൈ നട്ട മുന്തിരിയെ അങ്ങ് വളർത്തിയ കുഞ്ഞു ചെടിയെ സംരക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളെ സമുദ്രിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി അങ്ങയുടെ പ്രശാന്ത മുഖം ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ. അങ്ങയുടെ വലത് വശത്തുള്ള മനുഷ്യന്റെ മേൽ അങ്ങ് വളർത്തിയ മനുഷ്യസന്ധിയുടെ മേൽ അവിടുത്തെ കരമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ അങ്ങയെ വിട്ടുപിരിയുകയില്ല. ഞങ്ങൾക്ക് അങ്ങ് നവ്യജീവൻ നൽകണമേ. അങ്ങയുടെ നാമം ഞങ്ങൾ പ്രകീർത്തിക്കും. ദൈവമേ, ഞങ്ങളെ സമുദ്രിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി അങ്ങയുടെ പ്രശാന്ത മുഖം ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം. സഹോദരനെ, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിൽ നിന്നും കൃപയും സമാധാനവും. ഈശോ മിശിഹായിൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവകൃപ നിമിത്തം ഞാൻ എപ്പോഴും നിങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിക്കുന്നു. എന്തെന്നാൽ ഭാഷാപരത്തിലും വിജ്ഞാനത്തിലും എന്നല്ല, എല്ലാ കാര്യങ്ങളിലും ഈശോ മിശിഹായിൽ നിങ്ങൾ സമ്പന്നരാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പ്രത്യക്ഷപ്പെടുന്നത് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. തന്നിമിത്തം മിശിഹായെ പറ്റി നിങ്ങൾക്ക് സിദ്ധിച്ചിട്ടുള്ള സാക്ഷ്യം സ്ഥിരീകൃതമായിരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ആഗമന വേളയിൽ നിങ്ങൾ കുറ്റമറ്റവരായി ഇരിക്കത്തക്ക വിധം അവിടുന്ന് നിങ്ങളെ കാത്തുകൊള്ളും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ സഖ്യത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അങ്ങയുടെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അപ്പോൾ ഈശോ തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആ സമയം നിങ്ങൾക്ക് അജ്ഞാതമാകയാൽ സൂക്ഷിച്ചിരിക്കുവിൻ, ജാഗരൂകരായി പ്രാർത്ഥിക്കുവിൻ. ഒരു മനുഷ്യൻ വീട് വിട്ട് വിദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ വേലക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ ജോലി ഏൽപ്പിച്ചിട്ട് പടികാവൽക്കാരനോട് ഉണർന്നിരിക്കുവാൻ ആജ്ഞാപിക്കുന്നത് പോലെയാണത്. യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ പ്രഭാതത്തിലോ എപ്പോഴാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. ആകയാൽ ഉണർന്നിരിക്കുവിൻ, അല്ലെങ്കിൽ യജമാനൻ പെടുന്നനവെ വന്നെന്നും നിങ്ങൾ നിദ്രയിലായിരിക്കുന്ന കാര്യം കണ്ട് പിടിച്ചെന്നും വരാം. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരോടുമാണ് പറയുന്നത്, ജാഗരൂകരായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ജാഗരൂകരായി കാത്തിരിക്കുവാനുള്ള വളരെ മനോഹരമായ ഒരു സന്ദേശം. നമുക്കറിയാം, കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ കാത്തിരിപ്പിൽ പ്രതീക്ഷയുണ്ട്. ഈ പ്രതീക്ഷയാണ് നമ്മയൊക്കെ മുൻപോട്ട് പോകുവാനായിട്ട് സഹായിക്കുന്നത്. ആഗമനകാലത്തിൻ്റെ ഈ തുടക്ക ദിനം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും ജീവിതത്തിലെ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അന്ധകാരത്തിൻ്റെയും മങ്ങിയ വെളിച്ചത്തിൻ്റെയും ഇടയിൽ നിന്ന് സാവധാനത്തിൽ പ്രകാശമാകുന്ന ദൈവത്തിങ്കിലേക്ക് വരുവാനായി, അവൻ്റെ ആഗമനവേള വരെ കാത്തിരിക്കുവാനായി അവൻ നമ്മെ ക്ഷണിക്കുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വം സഭ നമ്മെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ സെക്യൂരിറ്റിക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലായിടത്തും സെക്യൂരിറ്റിക്കാരായി.
എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ളത് മറ്റു ജോലിക്കാരെ പോലെയല്ല സെക്യൂരിറ്റിക്കാരുടെ കാര്യം. ചിലപ്പോൾ രാവും പകലും നിൽക്കുന്നവരുണ്ട്, ഡബിൾ ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്, പകൽ മുഴുവനും ഇരിക്കുന്നവരുണ്ട്. വ്യത്യസ്തമായ സമയങ്ങളിലാണ് അവരുടെ ജോലി. അത്ഭുതം പലപ്പോഴും രാത്രി ഡ്യൂട്ടിക്ക് മാത്രം നിൽക്കുന്നവരെ കുറിച്ചാണ്. ഇതെങ്ങനെ സാധിക്കുന്ന ഒരു മനുഷ്യൻ സാധാരണ രീതിയിൽ തന്നെ 1-2 ദിവസം രാത്രി ഒരു പോള കണ്ണടക്കാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം നോക്കാം. മനസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിയിൽ ശിരസിൽ ശരിയല്ലാത്ത രീതിയിലുള്ള ചില പോലുകൾ നമ്മൾക്ക് ഉണ്ടാവും. അതങ്ങനെ ഉറക്കം പോയാൽ മൊത്തം പോയി. ഞാൻ സംസാരിക്കുന്നത് പകൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരെ കുറിച്ച്, പകൽ നിൽക്കുന്ന കാവൽക്കാരെ കുറിച്ച്. ഈ പകൽ കാവൽ നിൽക്കുന്നവരിൽ നമ്മളൊക്കെ കാണുന്നത് പല സ്ഥലങ്ങളിൽ 3 കൂട്ടരുണ്ട്. ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും 3 വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള ഈ കാവൽക്കാരുണ്ട്. ഒന്ന്, ഒരാളുണ്ടാവും കൈ കെട്ടി വടകൊറ്റ നിൽപ്പങ്ങൾ നോക്കിക്കളെ. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചില ആളുകൾ ചെന്ന്, അല്ലെങ്കിൽ നമ്മൾ മിസ്റ്റർ ബീൻ്റെയോ അല്ലെങ്കിൽ ചാർലി ചാപ്ലിൻ്റെയോ ചില പഴയ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സെക്യൂരിറ്റിക്കാരിൽ നിൽക്കുന്നുണ്ടാവുന്ന പോലെ തന്നെ നല്ല ടിപ് ടോപ്പിൽ അനങ്ങൂല, കയ്യിൽ ചിലപ്പോൾ ഒരു കുത്തോ അല്ലെങ്കിൽ വാളോ എന്തെങ്കിലും സാധനം കയ്യിലുണ്ടാവും, അനങ്ങൂല, ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ ചെന്ന് പോകുന്നവരുടെ അടി കൊടുത്താൽ അയാൾ മയക്കില്ല. പ്രത്യേക സ്വഭാവമാണ്. വേറൊരു കൂട്ടര് സെക്യൂരിറ്റിക്കാർ ഡ്രസ്സൊക്കെ ഉണ്ടാവും, പക്ഷെ ഇല്ലാണ്ട് അത്യാവശ്യത്തിനൊരു കാര്യം കഴിഞ്ഞ് ഇവരോട് കാണില്ല. 3-മതൊരു കൂട്ടരുണ്ട്, റിജിഡായിട്ട് നിൽക്കും, പക്ഷെ അതോടൊപ്പം തന്നെ അവർ വളരെ കൃത്യതയോടുകൂടി അവർക്ക് നൽകിയിരിക്കുന്ന ആ ഏരിയ അവർ സൂക്ഷിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കും. ഇടപെടേണ്ട കാര്യങ്ങൾ അവർ കൃത്യമായി ഇടപെടും. 3 വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള ഈ കാവൽക്കാർ ഇന്ന് നമ്മുടെ നാടിൻ്റെ മുഖമുദ്ര തന്നെയാണ്. എവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ ആളുകൾ ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന ആളുകൾ ഈ ഏതെങ്കിലും പറയുന്ന 3 സ്വഭാവത്തിൽ ഉൾപ്പെട്ടവരായിരിക്കും. വരുന്നത് അല്ലെങ്കിൽ നാം തുടങ്ങി വയ്ക്കുന്നത് ആഗമനകാലമാണ്. ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നമുക്ക് നമ്മെ തന്നെ വിശകലനം ചെയ്യാനുള്ള ഒരു സമയമാണ്. കാരണം നാമൊക്കെ ഈ കാവൽക്കാരെ പോലെയാണ്. ജീവിതത്തിൻ്റെ ഈ യാത്ര ഈ ലോകത്തിൽ അവസാനിപ്പിച്ച് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യുവാൻ തയ്യാറെടുക്കുന്നവരാണ്. എങ്ങനെ മരിക്കണമെന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എപ്രകാരം മരിക്കണമെന്ന്, ഏത് രീതിയിലായിരിക്കണമെന്ന് ആലോചിച്ച് ആ മരണത്തിലേക്ക് ഓരോ ദിനവും ഞാൻ നടന്നെടുക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയായിരിക്കണം, എപ്രകാരമായിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ ഈ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ കാവൽക്കാരൻ്റെ ജോലി ദൈവം എന്നെ ഏൽപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെയും കൂടെയുള്ളവരെയും സംരക്ഷിക്കുവാനുള്ള മഹത്തായ ഒരു ദൗത്യം എന്നെ ഏൽപ്പിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഞാൻ പെട്ടിരിക്കും. അതങ്ങനെയാണ്. ഒന്നിനോടും ഒരു ബന്ധവുമില്ലാതെ ഒരു വടി പോലെ വെറുതെ നിന്ന് ജീവനില്ലാതെ നിൽക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം നമുക്കുണ്ടാകും. ഇത് ഈ ഒരുക്ക ദിനങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. നാം വരുന്നത് പിറവിത്തിരുന്നാളാണ്. പിറവിത്തിരുന്നാളിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു മുതിർന്നവരെക്കാൾ കൂടുതൽ ഇത് പെട്ടെന്ന് മനസ്സിലാക്കുന്ന കുട്ടികൾക്കാണ്. ചെറുപ്പക്കാരും കുട്ടികളൊക്കെ കമ്പ്യൂട്ടർ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. നമ്മൾ ഈ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴാണെങ്കിൽ മൊബൈൽ ഫോൺ എല്ലാത്തിനും ഡിഫോൾട്ട് മോഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഡിഫോൾട്ട് മോഡ് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് നാം വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറോ മൊബൈലോ എന്തുമായിക്കൊള്ളട്ടെ, ആ ഡിഫോൾട്ട് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഫോൺ നശിക്കുന്നത് വരെ അത് അതുപോലെ തന്നെ ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു പ്രത്യേക സ്വഭാവമാണ് മനുഷ്യൻ. ചില കാര്യങ്ങൾ തലയിലേക്ക് ജീവിതത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കൂല, അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ ചേട്ടനെ കുറിച്ച് പണ്ട് പറയാറുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പഴയ പ്രൊഫഷണച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടനോട് വിളിച്ചിട്ട് മഞ്ഞുമേലുണ്ടായിരുന്നാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ ആരാണ്. ആ ചേട്ടനോട് വിളിച്ചിട്ട് സുപ്പീരിയർ വിളിച്ചിട്ട് പ്രൊഫഷണൽ വിളിച്ചിട്ട് ചേട്ടാ ഞാൻ പറയുന്നത്, ചേട്ടാ എറണാകുളം വരെ പോകണമല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ചേട്ടൻ എഴുന്നേറ്റ് റെഡിയായി എറണാകുളം പോകുകയാണ്. ചിലപ്പോൾ എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ ആലോചിക്കണം, അയ്യോ എന്തിനാണോ എറണാകുളത്ത് പോകുന്നത്, തിരിച്ചു വരുന്നതിന് എന്തിനാണ് എറണാകുളത്ത് പോകുന്നത്. ഇത് ഡിഫോൾട്ട് മോഡൽ. ചില പ്രത്യേക അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കും. ഒരു കാരണവശാലും മാറാൻ സാധിക്കില്ല, മാറാൻ തയ്യാറാവില്ല. ഇതുകൊണ്ട് ആഗ്രഹമുണ്ടാകും.
ഡിഫോൾട്ട് മോഡൽ റിജിഡായി വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ കാര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, മറ്റുള്ളവരുമായി ഒരു ബന്ധമില്ലാതെ. അതോടൊപ്പം തന്നെ ഇതാണ് വേറെ പ്രത്യേകത, അതോടൊപ്പം തന്നെ ഏത് ജോലിയാണോ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആൾക്കാരനാണ്, ഏത് ജോലിയാണോ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ജോലിയുമായിട്ട് ഇവിടെ ഒരു ബന്ധം ഉണ്ടാവുകയില്ല. കാരണം ഇയാൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ആരെങ്കിലും ഉരുണ്ട് വീണാലും വണ്ടി ഇടിച്ചാലും അയാൾ പറയും ഞാൻ സെക്യൂരിറ്റിക്കാരനെ, ഞാൻ ഇങ്ങനെ നിൽക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കും. രണ്ടാമതൊരു കൂട്ടരുണ്ട്, നേരത്തെ പറഞ്ഞു അവരിങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നടക്കും. സെക്യൂരിറ്റിക്കാരനാണോ, സെക്യൂരിറ്റിക്കാരൻ ഇതിൻ്റെ വഴിയുള്ള യൂണിഫോം ഉണ്ടാകും, സെക്യൂരിറ്റിക്കാരൻ്റെ എല്ലാ മോഡും ഇയാൾക്കുണ്ടാകും. പക്ഷേ ഒരു കാരണവശാലും ഇയാൾ ഈ സെക്യൂരിറ്റിക്കാരൻ്റെ ജോലി ചെയ്യില്ല. അയാൾ എല്ലാ ജോലിയും ചെയ്ത് അവിടെ ഇവിടെ എല്ലാ അടുത്ത് നടക്കും. ഒരു എമർജൻസി കേസ് വന്നു, ഒരു എമർജൻസി അടുത്ത കാര്യം അവിടെ വന്നു കഴിഞ്ഞാൽ, അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇയാൾ അവിടെ ഉണ്ടാക്കിയില്ല. ഈ സെക്യൂരിറ്റി വിളിക്കണമെന്ന് അന്വേഷിച്ചിട്ടുണ്ട് ഇയാളല്ലേ. മൂന്നാമത്തെ ഗ്രൂപ്പുകാരാണ് നമ്മൾ പറഞ്ഞത്, എല്ലാം കൃത്യതയോടുകൂടി സൂക്ഷിച്ച് വീക്ഷിച്ച് ജീവിതത്തെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകും. നമുക്ക് ആവശ്യം ഈ ഡിഫോൾട്ട് മോഡിൽ കിടക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒരു മാറ്റങ്ങൾ വരുത്തുവാൻ, മാറ്റങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാൻ തയ്യാറാകുന്നവരല്ല. സുവിശേഷത്തിൽ പറയുന്ന പരിസേന നിയമമൊക്കെ ഇതിൽപ്പെട്ടവരാണ്. പാരമ്പര്യത്തിൽ കടിച്ചു നോക്കി പണ്ടുണ്ടായ ചില കാര്യങ്ങളെ നിരന്തരമായി ചെയ്തുകൊണ്ടു പോകുന്നവർ ഇന്നത്തെ ജീവിതവും ലോകവുമായി ഒരു ബന്ധമില്ലാതെ എപ്രകാരം മുന്നോട്ട് പോകുന്നുവോ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാണ്. ഇന്നത്തെ സുവിശേഷവും ഈ ആഗമനകാലവും നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു മാറ്റമാണ്. ജീവിതം ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ ദിനങ്ങളാണ്. ഈ ഡിഫോൾട്ട് മോഡിൽ പ്രത്യേകതയുണ്ട്. ഒരാൾ വന്ന് പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. സങ്കടം ഉണ്ടെച്ചോ വേറൊന്നും കൊണ്ടല്ല, സങ്കടപ്പെടാൻ കാരണമുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിലോ വിളിച്ചിട്ടുണ്ടെങ്കിലോ ഈ ആളെടുക്കില്ല. ഫോണിൽ നോക്കിയാൽ കാണാം ഇയാൾ ഓൺലൈനിലാണ്. അത് ഓഫ്ലൈനാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഓഫായിട്ട് കിടന്ന എനിക്ക് ബുദ്ധിമുട്ടില്ല, ഓഫ് ചെയ്തിട്ടിരിക്കുക, എനിക്ക് സങ്കടം. പക്ഷേ ഇത് ഓൺലൈനാണ്, എനിക്ക് കാണാം, സിഗ്നൽ എനിക്ക് കാണാൻ പറ്റിയ ആളിൻ്റെ. പക്ഷേ ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇയാൾ ഒരു റിപ്ലൈ എനിക്ക് അയക്കില്ല. ചില ആളുകൾ റിച്ചിട്ട് ഈ ഒരു ഡിഫോൾട്ട് മോഡിലേക്ക് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ജീവിതത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിഫോൾട്ട് മാറ്റിയിട്ട് ചില വ്യത്യാസങ്ങൾ വരുത്തുവാനായിട്ട് ഇവർ ഒന്നും തയ്യാറാവില്ല. കാരണം ഇവർ പറയും ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങൾ വർഷങ്ങളായിട്ട് കുടുംബം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മാറാൻ പറ്റില്ല. ഇതാണ് ഡിഫോൾട്ട്. ഒരു കാരണവശാലും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാക്കാത്തവർ. ആഗമനകാലത്തിൽ ഈ ക്രിസ്മസ് ആഘോഷമൊക്കെ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുറേശ്ശെ തുടങ്ങിക്കഴിയുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് കഴിഞ്ഞ കൊല്ലം അങ്ങനെ ചെയ്തത്, അതുപോലെ അങ്ങനെ ചെയ്താൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, പഴയ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്ത് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം. ഡിഫോൾട്ട് മോഡാണ്. ഇതുകൊണ്ട് ഗുണമുണ്ടാവില്ല, ജീവിതത്തിൽ മാറ്റങ്ങൾ വരില്ല, അന്ധകാരത്തിലായിരിക്കും, പ്രകാശം ഉള്ളിലേക്ക് കിടക്കില്ല. രണ്ടാമത്തെ കൂട്ടര് ഈ ബഹളങ്ങളാണ്. ഇവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവരിങ്ങനെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആഘോഷങ്ങളും പരിപാടികളും ഇതൊക്കെ ഇങ്ങനെ നടക്കും. പക്ഷേ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, പ്രകാശത്തിലേക്ക് വരുവാനുള്ള മനുഷ്യന്റെ തുറവി. ഇതിലൊന്നും ഇവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ. ആഘോഷങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ആഘോഷങ്ങളായിരുന്നു. ചിലപ്പോൾ ചില സ്ഥലത്ത് പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ ചില ആൾക്കാരൊന്നും നല്ല പ്രസംഗം നല്ല പ്രസംഗം വട്ടിപ്പനായിട്ട് നോക്കി ഇന്നത്തെ കാലത്തിന് പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലായത് നല്ല പ്രസംഗം. ഇവരിങ്ങനെ ബഹളങ്ങളുണ്ടാക്കി എന്നാണ് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞ് ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇരുന്ന് ആലോചിക്കുമ്പോൾ ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? എനിക്ക് ഗുണമൊന്നും ഉണ്ടായില്ല, സാധനങ്ങൾ നിൽക്കുന്ന ആളുകൾക്ക് കുറേ ഗുണമുണ്ടായി. ഇതാണ് ഈ ബഹളക്കാർ. മൂന്നാമത്തെ ആൾക്കാർ ഇതെല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ട് എന്താണോ തന്റെ ദൗത്യം തിരിച്ചറിഞ്ഞ് അതിലൂടെ ജീവിതത്തിൽ കൊണ്ടുപോകുന്നത്. ഇനി മുതലേ സെക്യൂരിറ്റിക്കാരെ കാണുമ്പോൾ ഓർത്തേക്ക് എടുത്ത് സ്വന്തം ജീവിതത്തെ അവിടെ ഒന്ന് വഹിക്കുക. എന്നിട്ടൊന്ന് ആലോചിക്കുക, ഞാൻ ഇതിൽ എത്തുന്നു. ഈ ആഗമന കാലത്ത് പ്രത്യേകിച്ച് ഒരുക്കത്തിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, കാത്തിരിപ്പിലൂടെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോൾ ഭയമില്ലാതെ ജീവിതത്തെ അഭിമുഖീകരിക്കും. മാറ്റങ്ങൾ വരുത്തേണ്ട ഇടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അല്പം മാറി അതിനാവശ്യമായിട്ടുള്ള ചില റിസ്ക് ഏറ്റെടുക്കുവാനായിട്ട്, വെല്ലുവിളികൾ ഏറ്റെടുക്കുവാനായിട്ട് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നതാണ് ഈ പറയുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് പരിശ്രമിക്കാം, അതിൽ തീരുമാനമെടുക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ. ആ തീരുമാനം നന്മയിലേക്ക് മാറണം. അതിനാവശ്യമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. അത് ധൈര്യത്തിലൂടെ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ പറയുന്ന 4, 4, 5 ആഴ്ച നാം മുൻപോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം. അന്ധകാരമായിരിക്കുമെന്ന് നമ്മൾ പറയുന്ന സന്തോഷമില്ലാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് നന്മ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം, സൗഖ്യം കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം.
പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഈ ആഗമനകാലം ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ദിനങ്ങളായി മാറട്ടെ. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ നമ്മളുടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, തറപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചുകൂടി നന്മയോടെ മറ്റുള്ളവരോടൊപ്പമായിരിക്കുവാൻ ദൈവനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും ദൃശ്യവും അദൃശ്യവുമെല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദൈവനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൻ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ എളുപ്പം വരാനിരിക്കുന്ന ദൈവത്തിന്റെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഒന്നു ചേർന്ന് ആഗമനകാലത്തിൻ്റെ ഈ തുടക്കത്തിൽ നാം ഈ ബലിയർപ്പിക്കുമ്പോൾ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് ഇപ്പോൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെയും അതിരൂപതയെ നയിക്കുന്ന ജോസഫ് പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും അങ്ങേ അരൂപിയാൽ നിറച്ച് ദൈവജനത്തെ നയിക്കുന്നതിന് പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹസ്വരൂപനായ പിതാവേ, ഇടവകയെ നയിക്കുന്ന വികാരി ടൈറ്റസ് അച്ഛനെയും സഹവികാരി ടിനു അച്ഛനെയും ആശ്രമത്തിലെ എല്ലാ വൈദികരെയും വൈദിക വിദ്യാർത്ഥികളെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുവിനെ അനുകരിച്ച് അർപ്പണ മനസ്ഥിതിയോടെ തങ്ങളുടെ കടമകൾ നിറവേറ്റുവാൻ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മനുഷ്യനായി പിറന്ന ദൈവപുത്രന്റെ ഓർമ്മകളെ കോർത്തെടുക്കുന്ന ആഗമനകാലത്തിൽ പ്രതീക്ഷകൾക്ക് ശക്തി നൽകുവാൻ, വെളിച്ചമാകുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ശക്തമാക്കട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഇടവക മുഴുവനും സ്നേഹത്തിൽ വളരുവാനും പ്രാർത്ഥനയുടെ ഐക്യത്തിൽ ജീവിക്കുവാനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ ദൈവമേ, ക്രിസ്തുവിന്റെ ഉയർപ്പിൽ പങ്കാളിയാകുമെന്ന പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ച എല്ലാ സഹോദരങ്ങൾക്കും നിത്യമായ ശാന്തിയും പ്രകാശവും കൽപ്പിച്ചറിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹവാനായ ദൈവമേ, തിരുപ്പിറവി ആഘോഷത്തിൻ്റെ ഈ ദിനം ഞങ്ങളിന്ന് തുടങ്ങുമ്പോൾ, ഈ ഒരുക്കത്തിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകമായും ഞങ്ങളെ സമർപ്പിച്ച പ്രാർത്ഥനകൾ ഞങ്ങളുടെ പരസ്പരമുള്ള സ്നേഹത്തിനും ഐക്യത്തിനും പങ്കുവയ്പ്പിനും ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴപ്പെടലിനും ഉപകരിക്കുമെങ്കിൽ അവയെല്ലാം ഞങ്ങൾക്ക് നീ സാധിച്ചു തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ും
സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ നോർത്ത് തിരിച്ചപ്പം മുഴുവൻ്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ വരദാനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ വണക്കത്തിൻ്റെ ഫലമായി അങ്ങ് നൽകുന്നത് ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമ്മാനമായി ഭവിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വരാ, പരിശുദ്ധനാം ദൈവമേ, സർവശക്താ ജഗത്പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എന്നും എന്നേരവും ഭക്തിയോടങ്ങേക്കും സേവ ചെയ്യാം. ആയതുയുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽപിതാവേ. പ്രഥമാഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിന്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ ആമോദവായ്പിലമരുമേ, സ്വർഗീയ ഗായക മാലാഖമാ, ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. തിരുപ്രഭമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിഴും പിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും നിത്യസ്തുതിക്കർഹനായി അങ്ങയെ വാഴ്ത്തുന്നു.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അങ്ങ് സർവവും ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർമ്മലമായൊരു ബലിയങ്ങേ കർപ്പിക്കപ്പെടേണ്ടതിൽ ഒരു ജനത്തെ അങ്ങയുടെ തിരുമുൻപിൽ ശേഖരിക്കുന്ന അങ്ങ് നിരന്തരം വ്യാപൃതനാണ്. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്കു ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൻകാഴ്ചകൾ അങ്ങേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയേണമേ. ഇവയങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്കു കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ആശീർവദിച്ചു മുറിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വകാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി ദുഃഖം പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായ അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായ ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യാൻ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ അമദ്രേസ്യയോടും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനോടും വിശുദ്ധ കൊച്ചുത്രേസ്യയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തരമായ മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നിരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ദ്രൂപദധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. സർവശക്തനും പിതാവുമായ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ ബലഹീനതകൾ അവിടുത്തെ മുൻപിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് അവിടുത്തെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ നന്ദാന നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളിൽ പാരിലുമായിടണം. അന്നന്നു വേണ്ടുന്നോരാഹാരം ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടേതൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരുടെ ചെയ്ത കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നതാണ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവർ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. Vishwa
എസ് ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് പുതുക്കുവാനുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ഫാമിലി ആയാലും മറ്റും പുതിയ പോളിസീസ് എടുക്കുവാനുള്ള സമയം കൂടിയാണ്. പ്രത്യേകമായിട്ട് ഓർക്കുക. താല്പര്യമുള്ളവർ അതിൽ ചേരുവാനായിട്ട് അതിൻ്റെ ബാക്കിയുള്ള വിശദ വിവരങ്ങൾ നമ്മുടെ കുടുംബ യൂണിറ്റ് വഴിയുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇന്ന് അയക്കുന്നതായിരിക്കും. അത് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം അസുഖങ്ങളൊക്കെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ സാധിക്കുന്നവരെല്ലാം അതിൽ ചേരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ആഗമനകാലം ആരംഭിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നല്ല ചിന്തകളുണ്ടാവട്ടെ. ഒരുക്കത്തിൻ്റെ ദിനങ്ങളിലേക്കാവുമ്പോൾ നല്ല തീരുമാനങ്ങളിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും ഈ സമൂഹ ജീവിതത്തെയും നശിപ്പിക്കുന്ന രീതിയിലുള്ള ഇരുളിൻ്റെ വഴികളിൽ നിന്ന്, ശീലങ്ങളിൽ നിന്ന് മാറി പ്രകാശത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പങ്കുവയ്പ്പിൻ്റെ നല്ല ദിനങ്ങളിലേക്ക് വരുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവാനുഗ്രഹം ഒരു കുടുംബത്തിൽ വ്യക്തിയുടെ മേലുണ്ടാവട്ടെ. നവദർശൻ പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം, നവദർശൻ വീണ്ടും അവരുടെ ഫണ്ടിൻ്റെ വിദ്യാഭ്യാസ ഫണ്ടിൻ്റെയും നവദർശന വിദ്യാഭ്യാസ ഫണ്ടിൻ്റെയും കളക്ഷൻ ഡിസംബർ മാസം മുതൽ ആരംഭിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ നമുക്ക് 7 മണി മുതൽ 9 മണി വരെ ഞായറാഴ്ചകളിൽ കളക്ഷൻ എടുക്കുന്നതായിരിക്കും. അതിനുള്ള അത് പറ്റിയിട്ടുള്ള ആളുകൾ, പൈസ അടയ്ക്കേണ്ട ആളുകൾ കളക്ഷൻ കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മുടെ തിരുനാളുകൾക്കുമായിട്ടുള്ള നൊവേനകൾ ആരംഭിച്ചിരിക്കുന്നു. വൈകിട്ട് 6 മണിക്ക് ദിവ്യബലി, പ്രസംഗം, നൊവേന, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഈ ഒരുക്കം ഇങ്ങനെ നടക്കുമ്പോൾ അതാകാലത്തോട് ഒന്നിച്ച് തന്നെയാവട്ടെ. അമ്മയുടെ തിരുനാളാഘോഷത്തിൽ ജനങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ട് ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾ ആചരിച്ച ദിവരഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഫലദായകമാകണം. നശ്വരമായ വഴിയിലൂടെ ചരിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ തന്നെ ഈ രഹസ്യങ്ങളിലൂടെ സ്വർഗീയ കാര്യങ്ങളിൽ തൽപരരാകുന്നതിനും അനശ്വരമായ മുറുകെ പിടിക്കുന്നതിനും പഠിപ്പിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോയി ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ഇടവകയുടെ പ്രത്യേക നിയോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ഞായറാഴ്ച സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.